എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 4 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. അതിൽ ആദ്യത്തെ സിനിമ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ നിവിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യ. മെയ് 1 തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 3 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 8,20,00,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ചിത്രത്തിന്റെ 3ാം ദിവസം ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 3ാം ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 35 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 3ാം ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 70 ലക്ഷം രൂപയായിരിക്കും ഗ്രോസ് കളക്ഷൻ നേടാൻ പോകുന്നത്. അങ്ങനെ 3 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4,20,00,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 3ാം ദിവസമായി ഇന്നത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടിക്കും മുകളിൽ രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 3 ദിവസങ്ങൾ കൊണ്ട് മലയാളി ഫ്രം ഇന്ത്യ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10 കോടിക്കും മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടുന്നതാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ജനപ്രിയ നായകൻ ദിലീപിന്റെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ പവി കെയർടേക്കർ. വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ ജനപ്രിയ നായകൻ ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ പവി കെയർടേക്കർ എന്ന സിനിമ നിലവിൽ 8 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 8ാം ദിവസം ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനും പുറത്തു വരുമ്പോൾ 8ാം ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 10 ലക്ഷത്തിന് മുകളിൽ രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 20 ലക്ഷം രൂപയായിരിക്കും പവി കെയർടേക്കർ എന്ന സിനിമയുടെ 8ാം ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ വരുന്നത്. അങ്ങനെ 8 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 5,60,00,000 എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 8 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 8 കോടിക്കും മുകളിൽ രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയാണ്. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ്, മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവരടങ്ങുന്ന വലിയ താരനിരകളുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഏപ്രിൽ മാസം 11 തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. നിലവിൽ 23 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയുടെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള കളക്ഷൻ, ഇന്ത്യൻ കളക്ഷൻ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ, ഓവർസീസ് കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 36 കോടി രൂപയും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 44 കോടി രൂപയും ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഓവർസീസിൽ നിന്ന് മാത്രം 36 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ 23 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 80,36,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. വലിയ ഹൈപ്പോ പ്രമോഷനോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഈ സിനിമ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിലിനെ നായകനാക്കി വിഷു ഇത് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആവേശം. നിലവിൽ ഇപ്പോഴും വിഷു വിന്നറായി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി ബോക്സ് ഓഫീസിൽ കുതിക്കുന്ന ആവേശം എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും 23 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ആവേശം എന്ന സിനിമയുടെ 23 ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്കും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനിലേക്കും വരികയാണെങ്കിൽ 23 ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 53 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 23 ദിവസമായി ഇന്നും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 1 കോടിക്കും മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടുന്നതാണ്. അങ്ങനെ 23 ദിവസത്തെ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 68 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ആവേശം എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 22 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 139 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 23 ദിവസമായി ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 141-142 കോടി റേഞ്ചിലേക്ക് വരുന്നതാണ്. ഇനി എല്ലാ സിനിമ പ്രേമികളും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ചിത്രം 150 കോടിയിലേക്ക് എത്തപ്പെടുമോ ഇല്ലയോ എന്നറിയാനാണ്. ഈ ഞായറാഴ്ചയോട് കൂടി തന്നെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 150 കോടി രൂപ മറികടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.